സാംസങ്ങിൻ്റെ 2020 ഗാലക്സി എ സീരീസ് ഫോൺസ് കഴിഞ്ഞ വർഷത്തെ എ സീരീസ് ഫോൺസ് വെച്ച് നോക്കുമ്പോൾ ആ പ്രൈസിന് അത്ര വേർത്ത് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാത്തൊരു സീരീസായി മാറിയേക്കുവാണ്. എന്നാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ് ഗാലക്സി A31. ഈ ഗാലക്സി A31 എന്ന് പറയുന്ന ഫോൺ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇതിൻ്റെ 2 മാസത്തിന് മുകളിലായിട്ടുണ്ട്. അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇത് ഇറങ്ങിയപ്പോൾ പ്രൈസിങ്ങിനെക്കാട്ടി കുറവാണിപ്പോൾ. നമുക്കൊരു വേരിയൻ്റേ ഉള്ളൂ, 6GB റാമും 128GB സ്റ്റോറേജുമാണ് വേരിയൻ്റിനകത്ത് വരുന്നത്. അതും അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 20,000 ഇന്ത്യൻ റുപ്പീസാണ്. അതും ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരുപാട് നല്ല ഫോൺസ് റിയൽമി, റെഡ്മി ബ്രാൻഡിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല സാംസങ്ങിൻ്റെ തന്നെ M സീരീസ് ഫോൺസും ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് ഈ ഗാലക്സി A31 കുറച്ച് കൂടുതൽ പോരായ്മകളുണ്ട്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസസ്സർ തന്നെയാണ്. ഇതിൻ്റെ പെർഫോമൻസ് ഒരു വലിയ പോരായ്മയാണ്. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ സാധാരണ വരുന്ന സാംസങ്ങിൻ്റെ എക്സിനോസ് പ്രൊസസ്സറാണ്. അപ്പോൾ എക്സിനോസ് വരാൻ നേരത്ത് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്, എക്സിനോസ് ആയിപ്പോയി അതുകൊണ്ട് സ്ലോ ആണെന്നൊക്കെ. അപ്പോൾ അതിലും കുറച്ചുകൂടെ മോശമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ MediaTek Helio P65 ആണ്. ഇതൊരു 12 നാനോമീറ്റർ പ്രൊസസ്സറാണ്. അത് ഇതിനകത്ത് പെർഫോമൻസ് നോക്കാൻ നേരത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ മെനു കൂടെ ബ്രൗസ് ചെയ്യുക, ഒരു മെസ്സേജ് അയക്കുക, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ബ്രൗസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വെബ് പേജ് ലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ വർക്ക് ആവും. പക്ഷെ നമ്മൾ ഗെയിംസ് കളിക്കാൻ നേരത്ത് നമുക്ക് ആ ഫ്രെയിം ഡ്രോപ്സും ആ ലാഗും ഒക്കെ അനുഭവപ്പെടാൻ പറ്റും. കാരണം ഇവിടുത്തെ ഗ്രാഫിക്കൽ പെർഫോമൻസ് കുറവാണ്. അത് മാത്രമല്ല ഫോൺ കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ നേരത്ത് തന്നെ പെട്ടെന്ന് ചൂടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ പോരായ്മയായിരുന്നു. പക്ഷേ എന്നാലും പോരായ്മ എന്ന് പറയുമ്പോഴും നമുക്ക് ഉപയോഗിക്കുന്നതിനകത്ത് ഇപ്പോൾ നമ്മളൊരു വളരെ ലൈറ്റ് യൂസറൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആവറേജ് യൂസർ ആണെങ്കിൽ പോലും വലിയ കുഴപ്പങ്ങളൊന്നും വരത്തില്ല. അതായത് നിങ്ങൾ വലുതായിട്ട് ഗെയിംസ് ഒന്നും കളിക്കുന്നില്ല, നിങ്ങൾ കുറച്ച് ആപ്സ് ഒക്കെ ഉപയോഗിക്കുന്നുള്ളൂ, പ്രത്യേകിച്ച് അത് സോഷ്യൽ മീഡിയ ആപ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നടക്കും. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കാൻ നേരത്ത് പെർഫോമൻസ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. ഇവിടെ 6GB റാം ഉള്ളതുകൊണ്ട് റാം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് അധികം വന്നില്ലായിരുന്നു. അതായത് നമുക്ക് മെമ്മറി തന്നെ ആപ്പൊക്കെ ലോഡായിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലോഡായിട്ടില്ലെങ്കിൽ ലോഡാവാൻ കുറച്ചുകൂടെ സമയം എടുക്കും. പിന്നെ സ്റ്റോറേജിനകത്തും പ്രശ്നമൊന്നുമില്ല, കാരണം 128GB സ്റ്റോറേജ് ഉണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും മൊത്തത്തിലുള്ളൊരു യൂസർ എക്സ്പീരിയൻസ് പറയാൻ നേരത്തെ, അതായത് നമുക്ക് 2 മാസമൊന്നും കഴിയേണ്ട, അതായത് ലോങ് ടേം റിവ്യൂ വെച്ച് പറയേണ്ട, അല്ലാതെ നമ്മളിപ്പോൾ ഫോൺ ബോക്സിൽ നിന്ന് എടുത്ത് നമ്മളൊരു ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു, പ്രത്യേകിച്ച് ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ കളിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ഫോൺ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫോണല്ല. അതായത് നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു ഫോണല്ല. അതിന് പകരം നമുക്കൊരു നോർമൽ യൂസേജിന് വേണ്ടിയുള്ളൊരു ഫോണാണ്. അപ്പോൾ ഈ പ്രൊസറിനകത്തും പെർഫോമൻസിനകത്തും സാംസങ് ഒരു കോസ്റ്റ് കട്ടിങ് ചെയ്തെങ്കിലും സാംസങ് ഇവിടെ ഏറ്റവും നല്ലതായിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇവിടെ വന്നിരിക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 6.4 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അത് മാത്രമല്ല ഇതൊരു AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് സാംസങ്ങിൽ നിന്ന് ഈ പ്രൈസ് റേഞ്ചിനകത്ത് AMOLED ഡിസ്പ്ലേ വരാൻ നേരത്ത്, പ്രത്യേകിച്ചും സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേസിൽ ഒന്നായതുകൊണ്ട് ഇവിടെയും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2400x1080 പിക്സൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി 411 ppi ആണ്. നല്ല പാനലാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അത് മാത്രമല്ല അൺഈവൻ ലൈറ്റിങ്ങോ അങ്ങനെ ഒന്നും വരുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളർ അക്യുറസി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല വ്യൂയിങ് ആംഗിൾസും, പിന്നെ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിനകത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആവുന്ന ഒരു ഡിസ്പ്ലേ കൂടിയാണിത്. ഇവിടെ സാംസങ്ങിൻ്റെ ഗാലക്സി A51 കണക്ക് നമുക്കൊരു ഹോൾ പഞ്ച് ഡിസ്പ്ലേ അല്ല കിട്ടുന്നത്. അതിന് വരെ നമുക്കൊരു നോച്ചാണ് വരുന്നത്, അതും യു ഷേപ്പ് നോച്ചാണ്. പിന്നെ അടിയിലത്തെ ബെസൽ കുറച്ച് കൂടുതലാണ്, പക്ഷേ എന്നാലും അധികം കനമൊന്നുമില്ല. അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, ഡിസ്പ്ലേക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടന്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേയിൽ ഒന്നാണ്. പക്ഷേ വീഡിയോ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പീക്കേഴ്സ് ഈ ഡിസ്പ്ലേക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സ്പീക്കർ അല്ല. കാരണം ഇവിടെ നമുക്കൊരു ഒറ്റ സ്പീക്കറേ വരുന്നുള്ളൂ. ഈ അടിയിൽ കാണുന്ന മാത്രമാണ് സ്പീക്കർ. അതും ഈ സ്പീക്കറിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല, പക്ഷേ ലൗഡ്നെസ് അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പീക്കറിൽ നിന്ന് നമുക്കൊരു കണ്ടന്റ് ഇപ്പം നല്ല ബഹളമുള്ള ഒരു സ്ഥലത്തിരുന്ന് കേൾക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ കിട്ടുന്നൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് സാംസങ്ങിൻ്റെ ഒരു ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ 3.5mm ജാക്ക് വരുന്ന ഹെഡ്ഫോൺ ആണെങ്കിൽ അത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കണ്ടന്റ് എൻജോയ് ചെയ്യാൻ പറ്റും. അത് ഈ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഔട്ട്പുട്ടും നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ മീഡിയ കൺസംഷൻ ഈ ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസിലൊന്നാണ്. ഇനി ഈ ഫോണിനകത്ത് അടുത്ത ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ബാറ്ററി ബാക്കപ്പ് ആണ്. കാരണം ഇവിടെ വരുന്ന ബാറ്ററി ഒരു 5000 mAh ബാറ്ററിയാണ്. അത് മാത്രമല്ല ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരുപാട് പവർ വലിക്കുന്നതുമല്ല. അതുപോലെ തന്നെ ഈ പ്രൊസസ്സറും ഒരുപാട് പവർ എടുക്കുന്ന പ്രൊസസ്സറല്ല. അപ്പോൾ ആ കാരണത്താൽ തന്നെ എനിക്കിവിടെ കിട്ടിയ ബാറ്ററി ബാക്കപ്പ് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. എനിക്കൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 8.5 മണിക്കൂർ വരെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല ഹെവി യൂസ് ഉള്ള ഒരു ദിവസമാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ആവാൻ നേരത്ത് ഫോണിൻ്റെ ബാറ്ററി ബാക്കി നോക്കാൻ നേരത്ത് ഒരു 35 to 40% ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വളരെ നോർമൽ അല്ലെങ്കിൽ ഒരു ആവറേജ് യൂസ് ആണെങ്കിൽ നമുക്ക് 2 ദിവസമൊക്കെ സുഖമായിട്ട് തന്നെ ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് ഒന്നുമില്ല, പക്ഷേ ഫാസ്റ്റ് ചാർജിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി തീരാൻ നേരത്ത് നമ്മൾ ചാർജ് ചെയ്യാൻ കുത്തിയിടുകയാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ചാർജ് ചെയ്ത് നമുക്ക് ഈ 5000 mAh ബാറ്ററി ഫുൾ ചാർജ് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൊള്ളാം. പക്ഷേ ഇനി അടുത്ത കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫോണിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. അത് ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും ഈ പ്രൈസ് റേഞ്ച് നോക്കാൻ നേരത്ത്, പ്രത്യേകിച്ച് സാംസങ് കണക്കത്തെ ഒരു ബ്രാൻഡിനകത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അത് ക്യാമറ പെർഫോമൻസ് ആണ്. ഇവിടെ ഉള്ളത് നമുക്ക് 4 ക്യാമറയാണ് ബാക്കി വരുന്നത്. അതിൻ്റെ മെയിൻ ക്യാമറ നല്ലൊരു ക്യാമറയാണ്. ഇതൊരു 14 മെഗാപിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f2.0 ആണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു 8 മെഗാപിക്സൽ ക്യാമറയാണ്. അതൊരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.2ഉം. പിന്നെ അടുത്തൊരു മാക്രോ ക്യാമറ ഉണ്ട്, അതൊരു 5 മെഗാപിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.4. പിന്നെ ഒരു ഡെപ്ത് ക്യാമറ ഉണ്ട്, അതും 5 മെഗാപിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.4 ആണ്. ഇതിനകത്ത് ഈ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസ് നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ, ഞാൻ എടുത്ത് പറയുകയാണ്, നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. നല്ല ഷാർപ്പാണ്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല ഡൈനാമിക് റേഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എടുക്കാൻ നേരത്ത് അത് അത്ര നല്ലൊരു ക്യാമറ അല്ല. ഇപ്പോൾ നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ പോലും
ആ ഫോട്ടോൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്ര നല്ലതൊന്നുമല്ലായിരുന്നു. പക്ഷേ മാക്രോ ക്യാമറ തരക്കേടില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലൈറ്റ് നല്ല രീതിയിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ഡെപ്ത് സെൻസർ വെച്ചാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോർട്രേറ്റ് ഷോട്ട്സ് എടുക്കാൻ പറ്റും. അപ്പോൾ അതും കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ലൈറ്റിംഗ് കുറയാൻ നേരത്ത് അതിപ്പോൾ നമ്മൾ മെയിൻ ക്യാമറ വെച്ച് എടുക്കുകയാണെങ്കിൽ പോലും ഫോട്ടോയുടെ ക്വാളിറ്റി ഒരുപാട് കുറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സെൻസേഴ്സ് ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഒട്ടും ഉപയോഗമില്ലാത്തൊരു സെൻസേഴ്സായി മാറുന്നുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിയൊക്കെ മോശം എന്ന് പറയുന്നത് ഇവിടുത്തെ വീഡിയോ റെക്കോർഡിംഗ് ആണ്. നമ്മളിവിടെ മെയിൻ ക്യാമറ നോക്കുവാണെങ്കിൽ പോലും നമുക്ക് മെയിൻ ക്യാമറ വെച്ച് എടുക്കാൻ പറ്റുന്ന മാക്സിമം റെസൊല്യൂഷനുള്ള വീഡിയോ 1080p 30 FPS ആണ്. 60 FPS പോലും എടുക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല വീഡിയോ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയ വീഡിയോസ് ആണ്. പിന്നെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ല, ഒരു തരത്തിലുള്ള സ്റ്റെബിലൈസേഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡിംഗ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് ഒട്ടും പറ്റിയൊരു ഫോണല്ല. കാരണം വീഡിയോ റെക്കോർഡിങ്ങിന് ഈ ഫോൺ മോശമായ ഒരു ഫോൺ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്യാമറയിൽ ഒന്നാണ്, പ്രത്യേകിച്ചും ഈ പ്രൈസ് റേഞ്ചിനകത്ത്. ഇവിടെ ഫ്രണ്ടിൽ വരുന്ന ക്യാമറ ഒരു 20 മെഗാപിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ എന്ന് പറയുന്നത് f2.2 ആണ്. അത് ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുന്ന സെൽഫീസ് നല്ല സെൽഫീസാണ്, നല്ല ഷാർപ്പാണ്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, തിരക്കേടില്ലാത്ത ഡൈനാമിക് റേഞ്ച് ഉണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ലൈറ്റ് കുറഞ്ഞൊരു സിറ്റുവേഷനിൽ എടുത്താലും വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസാണ് ഈ ഫ്രണ്ട് ക്യാമറ എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട് ക്യാമറ ഇഷ്ടപ്പെട്ടു. പക്ഷേ ബാക്ക് ക്യാമറയ്ക്കകത്ത് മെയിൻ ക്യാമറ മാത്രമാണ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത്, അതും നല്ല ലൈറ്റിംഗ് ഉള്ളപ്പോൾ മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യാമറ എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഒരു പോരായ്മയായി മാറിയിരിക്കുകയാണ്. പിന്നെ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നോക്കാനുള്ളത് ഈ ഫോണിൻ്റെ ഡിസൈനാണ്. ഈ ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് 2020 സാംസങ്ങിന് എങ്ങനെയാണ് ഇപ്പോൾ ഡിസൈൻ തീം ഉള്ളത് അതേ സെയിം ഡിസൈനാണ് ഇവിടെയും കിട്ടുന്നത്. അതായത് ഈ ബാക്കി വരുന്ന എല്ലാ ക്യാമറയും കൂടെ നമുക്ക് ഒരു ഒറ്റ റെക്ടാംഗിൾ മോഡ്യൂളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലീൻ ലുക്കാണ് ഈ ഫോണിനകത്ത് കിട്ടുന്നത്. പക്ഷേ ഇതൊരു A സീരീസ് ഫോണായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെറ്റൽ ഫ്രെയിമോ ഗ്ലാസ് ബാക്കോ ഒന്നും അല്ല വരുന്നത്. അതിന് വരെ നമുക്ക് പ്ലാസ്റ്റിക് ഫ്രെയിമും പ്ലാസ്റ്റിക് ബാക്കും ആണ് വരുന്നത്. പക്ഷേ ഫ്രണ്ടിൽ നമുക്ക് ഗ്ലാസ് ആണ് കിട്ടുന്നത്. പക്ഷേ ഇവിടുത്തെ ബാക്കിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഒരുപാട് ഷൈനിങ് കൂടിയൊരു സർഫസ് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്ലാസ് കണക്കിരിക്കുന്ന രീതിയിലാക്കാൻ വേണ്ടിയാണ്. പക്ഷേ എന്നാലും നമുക്ക് ഗ്ലാസിൻ്റെ ഒരു പ്രോപ്പർട്ടീസും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആവുന്നുണ്ട്. പക്ഷേ ഈ ക്യാമറ മോഡ്യൂളിനകത്ത് സ്ക്രാച്ച് ഒന്നും വീണിട്ടില്ല, അത് നല്ല കാര്യമാണ്. പക്ഷേ ഈ സൈഡ് ഫ്രെയിമും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതിനകത്തും പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്ത നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബട്ടൺസിൻ്റെ ക്വാളിറ്റി കൊള്ളാം. ഫോൺ ആദ്യം എടുത്ത് ഉപയോഗിച്ചപ്പോൾ എങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് ആണോ കിട്ടിയത്, അപ്പോൾ അങ്ങനത്തെ ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ ഫോണിന് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്, അതായത് 185 grams ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്ലാസ്റ്റിക് ഫ്രെയിം ആയിട്ട് പോലും അങ്ങനെ ഒരു വെയിറ്റ് കുറഞ്ഞൊരു ലോ ക്വാളിറ്റി ഫീലൊന്നും കിട്ടുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഈ ഫോൺ വളയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ തന്നെ എവിടെയെങ്കിലും ഗ്യാപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യങ്ങളുണ്ട്, ഇവിടെ നമുക്ക് കിട്ടുന്ന ചാർജിങ് പോർട്ട് അത് USB-C ആണ്. ആ പോർട്ടിനകത്തും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. എനിക്ക് ഇവിടുത്തെ ഫ്രണ്ട് ഡിസ്പ്ലേ ഗ്ലാസിൻ്റെ ഡ്യൂറബിലിറ്റിയുടെ കാര്യം പറയാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഒരു ഗ്ലാസ് സ്ക്രീൻ കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫ്രണ്ട് ഡിസ്പ്ലേ ഗ്ലാസിനകത്ത് നമുക്കൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. അത് തരക്കേടില്ലാത്തൊരു സ്കാനറാണ്, ഇതൊരു ഒപ്റ്റിക്കൽ സ്കാനറാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡുണ്ട്, ആക്യുറസിയും വലിയ കുഴപ്പമില്ല. അതായത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കാൻ നേരത്തെ അങ്ങനെ കംപ്ലയിൻസ് ഒന്നും അതിനകത്ത് പറയാനില്ല. പിന്നെ സാംസങ് ചെയ്തൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ട സെൻസേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ നോക്കുവാണെങ്കിൽ Bluetooth 5 ആണ്. അതുപോലെ തന്നെ നമുക്ക് NFC-യും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതി നോക്കാൻ നേരത്തെ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ സോഫ്റ്റ്വെയർ വേർഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വരുന്ന ആൻഡ്രോയിഡ് വേർഷൻ Android 10 ആണ്. അതുപോലെ തന്നെ One UI എന്ന് പറയുന്നത് 2.1 ആണ്. പക്ഷേ ഇവിടുത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ജൂലൈ വരെ വന്നിട്ടുള്ളൂ. അതായത് നമുക്ക് അതിനകത്ത് 2 മാസത്തെ ഡിലേ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് അപ്ഡേറ്റ്സ് ഇനിയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതി പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടുത്തെ ഇയർപീസിൻ്റെ കാര്യം പറയാനുണ്ട്. ഇവിടുത്തെ ഇയർപീസ് എന്ന് പറയുന്നത് അധികം ക്വാളിറ്റിയുള്ള ഇയർപീസ് അല്ല. അതുകൊണ്ട് തന്നെ കോൾ ചെയ്യുന്ന സമയത്ത് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് സാംസങ് ഗാലക്സി A31 മൊത്തത്തിലുള്ള കാര്യങ്ങൾ. ഈ ഫോൺ നമുക്ക് സാംസങ്ങിൽ നിന്ന് കിട്ടുന്ന ഫോൺസിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഫോണിനെ പറയാൻ പറ്റും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് ഗാലക്സി M31 നോക്കുകയാണെങ്കിൽ അത് ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ആയൊരു ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ A സീരീസ് M സീരീസ് എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് M31 എടുക്കണോ A31 എടുക്കണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും M31 റെക്കമെൻഡ് ചെയ്യും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ A31 യൂസർ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ നമ്മൾ വളരെ നോർമൽ യൂസേജ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ നല്ല കിട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും നല്ല ബാറ്ററി ബാക്കപ്പും. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ക്യാമറ എന്ന് പറയുന്നത് തരക്കേടില്ലെന്ന് മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ പെർഫോമൻസ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു വീക്ക് പോയിന്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരുപാട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ പെർഫോമൻസ് ഇഷ്യൂസ് എന്തായാലും അറിയാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഗാലക്സി A31 ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യാത്തൊരു ഫോണാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു നോർമൽ യൂസേജ് ആണ്, നിങ്ങൾക്ക് ഒരു സാംസങ് ഫോൺ മതിയെന്നാണെങ്കിൽ ഈ ഗാലക്സി A31 വലിയ കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.